എല്ലാവർക്കും ഗണിത് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ എൻ്റെ ഒഫീഷ്യൽ പേജിൽ എൻ്റെ ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നാൽ അതും ചെയ്തു തരുന്നതായിരിക്കും. നമ്മളത് മുൻ വർഷങ്ങളിലെ PSC ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് അതിലെ ക്വസ്റ്റ്യൻസിനെ ഓരോ സെക്ഷനായി തിരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ വിശകലനം ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ എഴുതി പഠിക്കാൻ കൂടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. വെറുതെ കാണുന്നു കഴിഞ്ഞാൽ മാത്സ് കിട്ടില്ല. അതിനകത്ത് ബേസിക് മാത്സിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും. നമ്മൾ അതിന് പിന്നീട് ബേസിക് മാത്സിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം വായിക്കുക. 5/6 the whole raised to 5 into 4/3 the whole raised to -4 all divided by 5/6 all raised to 6 into 3/4 all raised to 4. ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ഈ ആൻസർ നോക്കി. ആൻസറിലെല്ലാം ഒരേ സാധാ ഫ്രാക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉണ്ടോ? പവറൊന്നുമില്ല. അതൊക്കെ ഓർത്തിരുന്നോണേ. അതുമൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷനകത്ത് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞ ശേഷം നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് പറയുന്നു. എന്താണ് a⁻m/a⁻n? a⁻m/a⁻n എന്ന് വെച്ചാൽ നമ്മൾ പറയും ആ എ എഴുതിയിട്ട് ഈ പവറുകൾ തമ്മിൽ എമ്മും എന്നും തമ്മിൽ കുറക്കണം എന്ന് വെച്ചാൽ a⁻m-n. എ എന്ന് ഒരെണ്ണം കാണിച്ചാൽ മതി, പവറുകൾ തമ്മിൽ കുറക്കണം. മനസ്സിലായല്ലോ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അടുത്തത് എന്താണ് a/b എന്നൊരു ഫ്രാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നു. ഇതിൻ്റെ റേസ് ടു -n എന്ന പവർ വന്നത് ഈ മൈനസ് പവർ കളയാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വേറെ ചെയ്യേണ്ട. ഈ a/b എന്നുള്ളതിന് പകരം നേരെ തിരിച്ച് കാണിക്കുക b/a. ഇനി ആ പവർ -n മാറ്റിയിട്ട് എന്നു കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? അപ്പം മൈനസ് പവർ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഈ വന്നിരിക്കുന്ന ഫ്രാക്ഷൻ തിരിച്ച് കാണിച്ചാൽ മതി. മൈനസ് പവർ പ്ലസ് പവർ ആയിട്ട് മാറും. അത് തന്നെ -1 വരുന്നെങ്കിലോ, a/b റേസ് ടു -1 എന്നാണ് വരുന്നെങ്കിലോ, ആ സമയത്ത് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. -1 എന്നുള്ളത് മാറ്റി ഈ a/b എന്നുള്ളത് മാത്രം മതി, b/a എന്ന് മാത്രം ആക്കിയാൽ മതി. കാര്യം ഈ -1 ഇവിടെ വരുമ്പോൾ 1 ആകും. 1 നമ്മൾ പൊതുവെ കാണിക്കാറില്ല. ഈ 3 ആളെ ഒന്ന് മനസ്സിൽ വെച്ചേര്. നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ വേണ്ടതാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. നമ്മുടെ ചോദ്യം ഞാൻ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യത്തിന് ഇത്രയും ആളെ ഞാൻ എഴുതി വെക്കുകയാണ്. കേട്ടോ, ഇത്രയും ആളെ ഞാനൊന്ന് ഇങ്ങോട്ട് എഴുതിയാണ്. ഏതാണ്? 5/6 റേസ് ടു 5 ഇൻറ്റു 4/3 റേസ് ടു -4 ഡിവൈഡഡ് ബൈ 5/6 റേസ് ടു 6 ഇൻറ്റു 3/4 ആണ് റേസ് ടു 4. നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 2 ഫ്രാക്ഷനെ നിങ്ങൾ നോക്കിക്കുക. രണ്ടും 5/6 എന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ഇത്രയും ആളിൽ നമുക്ക് a⁻m/a⁻n എന്ന് ഉപയോഗിക്കാം. ഈ 5/6 വേണം a എന്ന് എടുക്കാം. കേട്ടോ? അപ്പോൾ അത്രയും ആളെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ നിയമം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എന്താണ്? a⁻m/a⁻n. അപ്പം ഇതാണ് a. 5/6 വേണം a എന്ന് എടുക്കാൻ. കേട്ടോ? ഇത് m ആയിട്ട് എടുക്കണം, ഇത് n ആയിട്ട് എടുക്കണം. അപ്പോൾ എങ്ങനെ പറയും? 5/6 റേസ് ടു പവറുകൾ തമ്മിൽ കുറക്കണമെന്നല്ലോ വെച്ചാൽ m-n എന്ന് വെച്ചാൽ 5-6 എന്ന് വരും. കണ്ടോ? അപ്പോൾ ഇത് തമ്മിൽ സിംപ്ലിഫൈ. അപ്പോൾ ഇത്രയും കാര്യം സിംപ്ലിഫൈഡ് ആയി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരാൾ 4/3 എന്ന് കിടപ്പുണ്ട്, 3/4 എന്ന് കിടപ്പുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇയാൾ പോസിറ്റീവ് പവറാണ്. അയാൾ അവിടെ കിടന്നോട്ടെ. 3/4 all raised to 4. ഇവിടെ കണ്ടോ, മൈനസ് പവറാണ്. മൈനസ് പവർ കളയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്? ഇപ്പോൾ ഈ 4/3 നേരെ തിരിച്ച് കാണിക്കണം. എന്തെന്ന്? 3/4 എന്ന് കാണിച്ചാൽ മതി. പിന്നെ -4 എന്തായിട്ട് മാറി? +4 ആയിട്ട് മാറി. മനസ്സിലായോ? ഇപ്പോൾ പഠിച്ച നിയമങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ആ പഠിപ്പിച്ച് ഇപ്പം ഞാനൊരു പറഞ്ഞില്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ നോക്കിക്കേ, ഈ 2 ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. 3/4 റേസ് ടു 4, ഇതും എന്തിന്? 3/4 റേസ് ടു 4. രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് വെട്ടിക്കളയാം. മുകളിലും താഴെ ഒരേപോലെ ഒന്നും വെട്ടിക്കളയാം. അപ്പോൾ 3/4 റേസ് ടു 4 ആ മുകളിലും താഴെ വെട്ടിക്കളഞ്ഞു. ഉണ്ടോ? ഇനി ആരാ ഉള്ളത്? ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആരാ? 5/6. പിന്നെ ഈ 5 - 6 എത്ര? 5ന് 6 പോയാൽ -1 എന്നാണ്. അല്ലേ?
ഇനി എന്താണ് ഈ -1 എന്ന് വെച്ചാൽ എന്താ? പവർ -1 എന്ന് വന്നാൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ 5/6 നേരെ തിരിച്ച് കാണിച്ചാൽ മതി. എത്ര? 6/5 എന്ന് കാണിച്ചാൽ മതി. നമ്മുടെ ആൻസർ കണ്ടോ? 6/5. ബി ഓപ്ഷനിലേക്ക് നോക്കിയാൽ കാണാം 6/5 എന്ന് കിടപ്പുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. 1/2 + 3/16 + 5/64 എത്ര? അപ്പം ഞാൻ ആദ്യം ആ ചോദ്യം അങ്ങോട്ടൊന്ന് എഴുതിയിടുകയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം അങ്ങോട്ട് എഴുതിയിട്ടു. 1/2 + 3/16 + 5/64. ഇവിടെ നിങ്ങൾ ആ ഡിനോമിനേറ്റർ കണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന 2, 16, 64. ഇവിടെ LCM കണ്ടുപിടിക്കാൻ അറിയാമോ? ഇങ്ങനെ വരച്ചിട്ട് കണ്ടുപിടിക്കാൻ അറിയാമോ? 2, 16, പിന്നെ 64. നമ്മളിപ്പോൾ ഇങ്ങനെ LCM വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യകളുടെ ഗുണിതമായിട്ടാണ് സംഖ്യകൾ വന്നിരിക്കുന്നതെങ്കിൽ വലിയ ആളുടെ പേര് LCM എന്നാണ്. ഈ 2ൻ്റെ ഗുണിതമായിട്ടാണ് 64. 2 × 32 ആണ് 64. അപ്പം 2നെ 32 വെച്ച് ഗുണിച്ചാൽ 64 കിട്ടും. എന്ന് വെച്ചാൽ 2ൻ്റെ ഗുണിതമാണ് 64. അതുപോലെ 16 × 4 ആണ് 64. 16ൻ്റെയും ഗുണിതമാണ് 64. അപ്പം LCM എന്ന് വെച്ചാൽ ആരാണ്? അപ്പോൾ അവിടെ ഈ 3 സംഖ്യയുടെ LCM എന്ന് വെച്ചാൽ 64 എന്നാണ്. ഉണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വരച്ച് നിങ്ങൾ LCM കണ്ടുപിടിച്ച് നോക്കിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് LCMലേക്ക് ഒന്ന് മാറ്റിയാൽ നേട്ടമായിരിക്കും. ഈ വന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിനോമിനേറ്റർ ഈ 2നെയും 16നെയൊക്കെ ഈ 64ലേക്ക് മാറ്റിയാൽ സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5/64 അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നു. ലാസ്റ്റത്തെ ഈ ഫ്രാക്ഷനെ ഞാൻ മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്ത പ്ലസ് ഇട്ടിട്ടുണ്ട്. അടുത്ത ആരാണ്? ഈ 3/16 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ 16 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 64 ആക്കാം? 16 × 4. 16നെ 4 വെച്ച് ഗുണിച്ചാൽ 64 ആകും. അതുകൊണ്ട് നമ്മൾ മുകളിലും ആ 4 കൊണ്ട് തന്നെ ഗുണിക്കണം. അതുപോലെ തന്നെ അടുത്തും ചെയ്യണം കണ്ടോ. പ്ലസ് 1/2നെ ഞാൻ എഴുതി വെച്ചു. ഈ 2 എന്നുള്ള ആളിനെ 64 ആക്കാൻ എന്ത് ചെയ്യണം? 32 കൊണ്ട് നമുക്ക് ഗുണിക്കണം. താഴെ 32 കൊണ്ട് ഗുണിച്ചുകൊണ്ട് മുകളിലും എത്ര വെച്ച് തന്നെ ഗുണിക്കണം? 32 വെച്ച് ഗുണിക്കണം. ഇനി നമുക്ക് ആൻസറായി. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം പോരാ. 32 × 1 എത്രയാണ്? 32. താഴെ 32 × 2 എത്രയാണ്? 64. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. രണ്ടാമത്തെ അതുപോലെ തന്നെ പറഞ്ഞേ 4 × 3 എന്നാണ് ഇവിടെ. അപ്പോൾ 12. താഴെ എത്രയാണ്? ഇവിടെ 16 × 4 64. പ്ലസ് 5/64 ഒരു മാറ്റമില്ല, അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇപ്പം നോക്കുമ്പോൾ എന്താണ്? എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിനോമിനേറ്റർ വന്നേ. ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിനോമിനേറ്റർ വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കണം, 64 എന്ന് കാണിക്കണം. മുകളിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വന്നിരിക്കുന്ന പറ 32 + 12 + 5. അതങ്ങോട്ട് കാണിച്ചാൽ മതി. കണ്ടോ? 32 + 12 + 5 കിട്ടിയോ? ഇനി എന്ത് ചെയ്യണം? ആ 64 അങ്ങനെ തന്നെ മുകളിലെല്ലാം കൂടെ കൂട്ടിക്കേ. 32ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര ഇടാം? 44 കിട്ടാം. 44ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 49 എന്ന് വരാം. അപ്പം നമ്മുടെ ആൻസർ 49/64. ഓപ്ഷനിലേക്ക് നോക്കിയാൽ ബി ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ചെയ്യാം. കണ്ടോ? ബി ഓപ്ഷനിലേക്ക് നോക്കിയാൽ 49/64 കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. √0.1111 എക്സെട്ര ഇൻറ്റു 0.4444 എക്സെട്രയ്ക്ക് തുല്യമായത് ഏത്? നല്ലൊരു ചോദ്യം തന്നെയാണ്. എൻ്റെ ഓപ്ഷൻ ഇത്രയുടെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ബേസിക് മാത്സിൽ പെടുന്ന കാര്യം തന്നെയാണ്. നോക്കാം നമുക്ക്. റെക്കറിങ് എലമെൻസിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു കാര്യം. ഈ 0.2 മേലൊരു ബാർ ഉണ്ടല്ലോ, 0.2 ബാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 0.2222222 മാത്രം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഉണ്ടോ? ഇങ്ങനെ വന്നാൽ ഇയാളുടെ ഫ്രാക്ഷൻ ഫോം എങ്ങനെയാണ്? റിപ്പീറ്റ് ചെയ്ത ആൾ 2 ആണ്. 2 ഒരു അല്ലേ, ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം 9. അപ്പം നമുക്ക് പറയാം റിപ്പീറ്റ് ചെയ്ത ആളുടെ പേര് 2 എന്നാണ്. ഒറ്റ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഒരു 9 കാണിച്ച് 2/9. സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് മനസ്സിലായോ? 0.3 ബാർ എന്നാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ അർത്ഥം? 0.33333 എന്ന് പറയാം. അപ്പോൾ 3യുടെ മേളിൽ മാത്രമേ ബാറുള്ളൂ. അപ്പം 3 മാത്രം കാണിച്ചാൽ മതി. അപ്പം നമുക്കിതെങ്ങനെ പറയാം? ഒരു ഡിജിറ്റ് 3 മാത്രമേ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് 3.
അതുകൊണ്ട് 3/9. താഴെ എപ്പോഴും 9 തന്നെയാണ്, 3/9. അപ്പോൾ തിരിച്ചു കൊടുത്തോണം. ഈ 2/9 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് ഓർത്തിരുന്നോണം. 0.222 എന്ന് എഴുതാമെന്ന് ഓർത്തോണം. ഈ 3/9 എന്നുള്ളതിനെ 0.3333. ഈ 3/9 ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. ഞാനിപ്പം സിംപ്ലിഫിക്കേഷന് വേണ്ടി ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. 0.5 ബാർ എന്ന് എങ്ങനെ പറയും? 0.55555 എക്സെട്ര. ദശാംശ രൂപം എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കി. എങ്ങനെ? 5 ആണ് വന്നിരിക്കുന്നത്, ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 5/9 എന്ന് പറയാം. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. നമ്മുടെ ചോദ്യം നമ്മൾ പറഞ്ഞു. ഞാൻ ആദ്യം നമ്മുടെ ചോദ്യത്തിലുള്ള ഇത് ഇത്രയും ആളെ ഇങ്ങോട്ട് എഴുതിയിടുകയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. ഞാനത് അങ്ങോട്ട് എഴുതിയിട്ടു. ഇനിയിപ്പം നിങ്ങൾ പഠിച്ചനുസരിച്ച് 0.1111 എന്നുള്ളതിൻ്റെ ദശാംശ രൂപം എങ്ങനെയാണ്? 1 എന്ന് പറയുന്ന ഒരാൾ മാത്രമേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1/9 ഇൻറ്റു 0.444 എന്നുള്ളതിൻ്റെ ദശാംശ രൂപം എങ്ങനെ പറയാം? 4/9. റൂട്ടും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫ്രാക്ഷൻ നമുക്കൊന്ന് ഇൻറ്റു ചെയ്യാം. ആദ്യം റൂട്ട് കാണിച്ചു, പിന്നെ എത്രയാണ്? ഈ 1 ഇൻറ്റു 4 കണ്ടോ, ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 എന്ന് വന്നു. 9 ഇൻറ്റു 9 അതാണ് ഡിനോമിനേറ്റർ, കണ്ടോ, 81. അപ്പോൾ ഫ്രാക്ഷൻ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്റർ തമ്മിൽ, അംശങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഛേദങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പം 1 ഇൻറ്റു 4 4 വന്നു, ഇവിടെ 4 വന്നു അല്ലേ. 9 ഇൻറ്റു 9 എത്രയാണ്? 81 വന്നു. ഇനി നമുക്ക് ഇയാളുടെ ഈ 4/81 എന്നുള്ള ആളുടെ എന്താണ് റൂട്ട് എന്ന് പറഞ്ഞേ? 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. 81ൻ്റെ റൂട്ട് എത്രയാണ്? 9. ഈ 2/9 എന്ന് ഇവിടെ എവിടെയെങ്കിലും ഓപ്ഷൻ നോക്കിക്കുന്നെങ്കിൽ എയും ബിയും സിയും ഡിയും നോക്കിക്കുക, എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. അപ്പം അതല്ല ആൻസർ. അപ്പം നമ്മൾ ഇയാളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. നമ്മൾ പറഞ്ഞു ഈ 0.4444 എന്നുള്ളതാണ് എത്ര? 9/4. അപ്പം തിരിച്ചു കൊടുത്താൽ 4/9. 4/9 എന്നുള്ളതിൻ്റെ ദശാംശ രൂപമാണ് 0.444. 1/9 ആകുമ്പോൾ 1 മുകളിൽ വന്നിരിക്കുന്ന റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ മുകളിൽ വന്നിരിക്കുന്ന 2 അല്ലേ, അയാളെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. എത്രയാണ്? അപ്പോൾ ആൻസർ എങ്ങനെ പറയും? 0.2222 എക്സെട്ര എന്ന് പറയും. നോക്കിയാൽ നമ്മുടെ സി ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതിനെ, കണ്ടോ? അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഓപ്ഷൻ ഒന്നുകൂടെ ഒക്കെ നല്ലോണം കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ്. ഓക്കെ, ചോദ്യം വായിക്കുക. 9/0.9 ഇൻറ്റു 9/0.9 എത്ര? ഞാൻ ആ ചോദ്യം ഇങ്ങോട്ട് എഴുതിയിടുകയാണ്. നമ്മുടെ ചോദ്യം ഈ വന്നിരിക്കുന്ന ആളെ ഞാൻ ഇങ്ങോട്ട് എഴുതിയിടുകയാണ്. 9/0.9 ഇൻറ്റു 9/0.9. ഞാനിവിടെ ഈ മുകളിലും താഴെയൊക്കെ ദശാംശങ്ങൾ കണ്ട് ഇവിടെ ഒരു ദശാംശ സ്ഥാനമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും മുകളിലും ഒരു ദശാംശ സ്ഥാനം കൊണ്ടുവരാൻ വേണ്ടി പോവാം. ബട്ട് ഡിനോമിനേറ്റർ ഞാൻ അങ്ങനെ എഴുതി 0.9. മുകളിൽ 9 എന്നേ ഉള്ളൂ, അവിടെ ദശാംശ സ്ഥാനമില്ല. അപ്പം നമുക്ക് ഒരു ദശാംശ സ്ഥാനം കൊണ്ടുവരണം. അപ്പം നമുക്ക് എളുപ്പമാർഗ്ഗത്തിൽ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പറ്റി 0.0 എന്ന് കൊടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. കണ്ടോ, 0.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദശാംശ സ്ഥാനമായി. എന്തിനാണ് അത് കൊടുത്തതെന്ന് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അടുത്തതിനും അതുപോലെ തന്നെ ചെയ്യുന്നു. താഴെ 0.9, താഴെ 9 എന്നേ ഉള്ളൂ, അവിടെ ഞാനൊരു ദശാംശ സ്ഥാനം കൊടുത്തു. എന്തിനങ്ങനെ കൊടുത്തതെന്ന് അറിയാമോ? ഇപ്പം ഈ ഒരു ചോദ്യം നോക്കിക്കുക നിങ്ങൾ, മുകളിലും ഒരു സ്ഥാനമുണ്ട് ദശാംശം, താഴെയും ഒരു ദശാംശമുണ്ട് അല്ലേ. അങ്ങനെ മുകളിലും താഴെയും ഒരേപോലെ ദശാംശ സ്ഥാനങ്ങൾ വന്നാൽ പിന്നെ ആ ദശാംശത്തിന് വിലയില്ല, പിന്നെ ദശാംശം ഇല്ലാതെ ഇല്ല, ഡെസിമൽ ഇല്ലാതെ നമുക്ക് ആ സംഖ്യ എഴുതാം. അപ്പം നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? ഈ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കി. ഇത് നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? ഈ ആൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞേ? മുകളിൽ 9.0 ദശാംശം പോകുമ്പോൾ 90 എന്ന് വരും. ആ 90 നമുക്ക് എന്തെന്ന് പറയാം? 90 എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ, ഈ ഡിനോമിനേറ്ററിൽ എങ്ങനെ? 09 എന്നാണ്. ദശാംശം പോകുമ്പോൾ 09. 0.9 എന്ന് വെച്ചാൽ 9 എന്നർത്ഥം. അതുപോലെ അപ്പുറത്തേക്ക് നമുക്ക് എഴുതാം 90ക്ക് പകരം 90, 09 പകരം 9 എന്ന് കാണിക്കാം. മനസ്സിലായോ? ഇനി അടുത്തത് നമുക്ക് ഇവരെ തമ്മിൽ നോക്കിക്കേ. ഈ 9ഉം 90ഉം കൂടെ വെട്ടാം, 9ൻ്റെ ടേബിളിൽ വെട്ടാം അല്ലേ. ആ 9ൻ്റെ ടേബിളിൽ ഒന്ന് വെട്ടിക്കേ. ഞാൻ വെട്ടുകയാണ്. 9ൽ 9 ഒരു തവണയുള്ളൂ, അത് കാണിക്കണ്ട. 90ൽ എത്ര പ്രാവശ്യമുണ്ട്? 9. 10 ഇൻറ്റു 9 ആണ് 90. അപ്പോൾ അവിടെ 10 എന്ന് കാണിക്കാം. 90ൽ 10 തവണ 9 ഉണ്ട്. അതുപോലെ ഇപ്പുറത്തും വെട്ടിക്ക്. 9 90ൽ എത്ര പ്രാവശ്യമുണ്ട്? 10 തവണയുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ നമ്മുടെ ആൻസറായി. കണ്ടോ, 10 ഇൻറ്റു 10 അത്രയല്ലേ ഉള്ളൂ.
ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. 10 × 10 എത്രയാണ്? 100. നമ്മുടെ ആൻസർ സി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്രയാണ്? 100 എന്ന് കിടപ്പുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 5 ഡിവൈഡഡ് ബൈ 6.625 ഈക്വൽ ടു 0.7547 ആയാൽ 5/6625 എത്ര? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇയാളെന്ന് എഴുതിയിരുന്നു. തന്നിരിക്കുന്ന വാല്യൂ ഇത് മാത്രമാണ് നമുക്കറിയാവുന്ന. അപ്പോൾ നമ്മൾ 5/6.625 എന്ന് വെച്ചാൽ 0.7547 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കേണ്ട ആൾ ഞാൻ അങ്ങോട്ട് എഴുതി 5/6625 അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് 6625 എന്നാണ് ഡിനോമിനേറ്റർ. പക്ഷെ നമുക്ക് ഇതുപോലെ ആക്കി മാറ്റണം. ഇതുപോലെ ആക്കി മാറ്റിയാലേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 0.7547 എന്ന് പറഞ്ഞ വില അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ മുകളിലുള്ള 5 നിങ്ങൾ നോക്കിയാൽ കാണാം, മുകളിലുള്ള 5-ന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള 5-ന് ഒരു വ്യത്യാസമില്ല, ഇവിടെയും 5 തന്നെയാണ്. ഞാനവിടെ 5 കാണിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് 6.625 എന്നാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അങ്ങനെയല്ല, 6625. ദശാംശത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. ദശാംശം എത്ര സ്ഥാനം മാറിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ എത്ര ദശാംശം മാറിയിട്ടുണ്ട്? ദശാംശം 3 സ്ഥാനം മാറിയിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ ഉള്ള ദശാംശം ഇങ്ങോട്ട് 3 സ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇയാളെ മാറ്റാൻ വേണ്ടി പോയി 6625 ഇത് ഇങ്ങനെ മാറ്റാൻ വേണ്ടി പോവുകയാണേ. 6 പോയിൻ്റ് ആക്കാൻ വേണ്ടി ഞാൻ എഴുതി 6.625 എന്ന് എഴുതി. ഇനി നിങ്ങൾ ആലോചിച്ച് ഈ 6.625 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 6625 വരിക എന്ന് വെച്ചാൽ 3 ദശാംശം ഇങ്ങോട്ട് മാറുമല്ലോ ചെയ്തേ. 3 ദശാംശം ഇങ്ങോട്ട് മാറി, അപ്പോഴാണ് എന്തായിട്ട് മാറിയത്? 3 ദശാംശം ഇവിടുന്ന് ദശാംശം ഇങ്ങോട്ട് മാറി അല്ലേ. ഇവിടെയാണ് നമ്മുടെ ദശാംശം വന്നിരിക്കുന്നത്. അങ്ങനെ 3 ദശാംശം മാറണമെങ്കിൽ എത്ര വെച്ച് ഗുണിച്ചാൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന 6625 നമ്മൾ എന്ത് ചെയ്തി? 6.625 ഇൻറ്റു 1000. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കിക്കുക. ഇയാളെ എങ്ങനെ ഇയാളെ ഇൻറ്റു ചെയ്യുക? 1000 കൊണ്ട് ഗുണിക്കാൻ പറയുമ്പോൾ 3 സ്ഥാനം ദശാംശം ഇങ്ങോട്ട് മാറുമല്ലേ. അപ്പം നമുക്ക് എത്ര? 3 സ്ഥാനം മാറുമ്പോൾ 6625 എന്ന് കിട്ടും. കണ്ടോ? 6625 എന്ന് കിട്ടും. അതാണിത്. അപ്പം 6625 എന്ന് എഴുതിയാലും 6.625 ഇൻറ്റു 1000 എന്ന് എഴുതിയാലും രണ്ടും ഒന്ന് തന്നെ. അത് മനസ്സിലായാലേ ചെയ്തു വരുള്ളൂ. ഇനി എന്തിനാ സാർ അങ്ങനെ മാറ്റിയത്? അതാണ് നമ്മുടെ അടുത്ത കാര്യം. ഇപ്പം നോക്കിക്കേ, ഇതേണ്ട 5/6.625 എന്ന് തോന്നുന്നു. ഇതേ കിടക്കുന്നുണ്ടോ? അങ്ങനെ വന്നാൽ അയാളുടെ വില എത്രയാണ്? 0.7547. കണ്ടോ? അപ്പം ഞാൻ അതിന് വരം വില കൊടുത്തു 0.7547 കേട്ടോ. ഇനി ഡിനോമിനേറ്ററിൽ ആരും കൂടെ കിടപ്പുണ്ട്? ഇവിടെ 1000 കിടപ്പുണ്ട്. 1000 ഡിനോമിനേറ്റർ കാണിച്ചു. അയാളെ മാറ്റാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം എന്നെ എത്രയായി? 0.7547 1000 കൊണ്ട് ഹരിക്കണം. 1000 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ എത്രയാണ്? ദശാംശം 3 സ്ഥാനം വീണ്ടും ഇടത്തോട്ട് മാറണം. മനസ്സിലായോ? അപ്പം ഞാൻ ആദ്യം അവിടെ ഉള്ളത് എഴുതിയിട്ട് എത്ര? 7547. ഇവിടെയായിരുന്നു ദശാംശം കിടന്നത്. കണ്ടോ? ഇതിങ്ങോട്ട് 3 സ്ഥാനം ഇങ്ങോട്ട് മാറണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ 3 സ്ഥാനം അങ്ങോട്ട് മാറണമെങ്കിൽ അവിടെ 3 0 ഇട്ട് കൊടുക്കണം. സ്ഥാനം ഇല്ലല്ലോ നമുക്ക്. എന്നിട്ട് ദശാംശം ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പം 7547 എന്ന് പറഞ്ഞ ദശാംശത്തിന് ഇവിടുന്ന് വീണ്ടും 3 സ്ഥാനം ഇടത്തോട്ട് മാറി നമ്മൾ ദശാംശം ഇട്ട് ആൻസർ എത്ര? 0.00007547. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ എവിടെ ഉണ്ട്? സി എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടപ്പുണ്ട്. കണ്ടോ? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ദശാംശം ഇടുന്നത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ. ചോദ്യം വായിക്കുക. 28 ക്യൂബ് പ്ലസ് മൈനസ് 15 ക്യൂബ് പ്ലസ് മൈനസ് 13 ക്യൂബിൻ്റെ വില എത്രയായിരിക്കും? ഇത് കാണുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 28ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 28 പിന്നെ -15ൻ്റെ ക്യൂബ് 15 -15 × -15 × -15 × -15
-13 ക്യൂബ് -13 ഇൻറ്റു -13 ഇൻറ്റു -13. അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് ആർക്കെങ്കിലും അറിയാമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കൂടെയാണ്. അങ്ങനെ ക്യൂബ് കണ്ടുപിടിച്ച് ചെയ്യാൻ നമുക്കൊരു എങ്ങനെ നല്ല 5-8 മിനിറ്റ് എടുക്കും നമ്മൾ. ഇതങ്ങനെയല്ല, അതിൻ്റെ ഷോർട്ട് മെത്തേഡ് ഉണ്ട്, നമുക്ക് നോക്കാം. അത് സ്പെഷ്യൽ മെത്തേഡാണ്, നോക്കിയിരുന്നോണം. നമുക്ക് ഈ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആയാൽ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആയാൽ, അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്നുള്ളത് 3abc എന്ന് പറയുന്ന ആൾക്ക് തുല്യമായിരിക്കും. എപ്പോഴും ഓർത്തോണം, എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ മാത്രമേ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ 3abc എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് നോക്കിക്കേ, 5 ക്യൂബ് പ്ലസ് -3 ക്യൂബ് പ്ലസ് -2 ക്യൂബ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 3abc ഉപയോഗിക്കാം. എങ്ങനെയാണ്? 3 ഇൻറ്റു 5 ഇൻറ്റു -3 ഇൻറ്റു -2. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഒരു കാര്യം വേണം. നോക്കിയേ, ഈ 5ഉം ഈ -3ഉം ഈ -2 കൂടെ കൂട്ടിയാൽ 0 കിട്ടില്ലേ? നോക്കിയേ, 5ഉം -3 വെച്ചാൽ 5ൽ നിന്ന് 3 കുറക്കണം, അപ്പം 2. 2 വീണ്ടും 2 കുറച്ചാൽ 0. മനസ്സിലായോ? അപ്പം ഈ വന്നിരിക്കുന്ന എയും ഈ വന്നിരിക്കുന്ന ബിയും ഈ സിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 3abc എന്ന് ഉപയോഗിക്കാം കേട്ടോ. എത്രയാ? 3 ഇൻറ്റു 5 ഇൻറ്റു -3 ഇൻറ്റു -2. ഇനി ഇൻറ്റു ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ -2ഉം -3 കൂടി ഇൻറ്റു ചെയ്തേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 2 6 6 6 ഇൻറ്റു 5 30. മനസ്സിലായോ? 30 ഇൻറ്റു 3 90 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കൊരു സംശയം, ഇത് നേരിട്ട് ചെയ്താൽ തെറ്റാണോ? 90 കിട്ടത്തില്ലയോ? നോക്കാം. ഇതേ 5ൻ്റെ ക്യൂബ് എത്രയാ? 125 പ്ലസ് -3ൻ്റെ ക്യൂബ് എത്രയാ? മൈനസിൻ്റെ ക്യൂബ് എപ്പോഴും ഓർത്തണം. -3ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ -3 ഇൻറ്റു -3 ഇൻറ്റു -3. കണ്ടോ, ഇവിടെ ചിഹ്നമാണ് ആദ്യം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? മൈനസ്. പിന്നെ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. അപ്പം നമുക്ക് -27 കിട്ടും. മനസ്സിലായോ? നമുക്ക് വേണ്ടത് ആ ചിഹ്നമാണ്. അപ്പോൾ മൈനസ് സംഖ്യയുടെ ക്യൂബ് എടുത്താൽ ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ മൈനസിൻ്റെ ക്യൂബ് -3ൻ്റെ ക്യൂബ് 27 പ്ലസ്. അപ്പോൾ -2ൻ്റെ ക്യൂബ് എങ്ങനെ പറയും? ആ -2ൻ്റെ ക്യൂബ് പറയുമ്പോൾ മൈനസ് തന്നെ, 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ ആൻസർ -8 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് എല്ലാം 3 കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ 125ൽ നിന്ന് 27 കുറച്ചാൽ എത്ര കിട്ടും? 98 എന്ന് കിട്ടും. 98ൻ്റെ അന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 90 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ചെറിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്യൂബ് എടുത്ത് ചെയ്താൽ തെറ്റില്ല. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ. നമ്മുടെ ചോദ്യത്തിലൊന്ന് വന്നേ. നമ്മുടെ ചോദ്യം ഇവിടെ 28 15 13 ഉള്ള വലിയ സംഖ്യകളാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പം ആൻസർ തന്നെ കിടക്കുന്നുണ്ട് 5 അക്കൗണ്ട്. അപ്പം നമ്മൾ ക്യൂബൊക്കെ എടുത്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പം നമ്മൾ നോക്കാം നമ്മുടെ നിയമം അനുസരിച്ച്. നമ്മുടെ ചോദ്യം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് എഴുതിയിടുക. നമ്മുടെ ചോദ്യം ഇതാണ്, അത് ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടു. ഇനി നിങ്ങളും ചെക്ക് ചെയ്തേ. ഇതാണ് എ 28. ഈ -15ൻ്റെ പേരാണ് ബി, -13ൻ്റെ പേരാണ് സി. അത് 3 കിട്ടുന്ന പ്ലസ് ചെയ്തേ. ഏതൊക്കെ? 28 പ്ലസ് -15 പ്ലസ് -13. ഒന്ന് കൂട്ടി നോക്കിയേ. 28ൻ്റെ അകത്തുനിന്ന് -15 പോയാൽ, ഇന്നോട്ടെ 28ൽ നിന്ന് 15 പോയാൽ 13. വീണ്ടും ആ 13ൽ നിന്ന് 13 കുറച്ചാൽ ആൻസർ 0 കിട്ടും. കണ്ടോ? അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെന്ന് മനസ്സിലായല്ലോ. എങ്കിൽ നമ്മുടെ ചോദ്യം ഏതാണ്? 28 ക്യൂബ് പ്ലസ് -15 ക്യൂബ് പ്ലസ് -13 ക്യൂബ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? 3abc എന്ന് ഉപയോഗിച്ചാൽ പോരെ? അതേതാണ്? 3 ഇൻറ്റു എ എന്നുള്ളത് 28, ബി എന്നുള്ളത് -15, സി എന്നുള്ളത് -13. ഉണ്ടോ? 3 ഇൻറ്റു 28 ഇൻറ്റു -15 ഇൻറ്റു -13. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മളൊരു നോക്കിക്കേ, ആൻസർ കണ്ടോ? ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസിൻ്റെ മൈനസ് എത്രയാണ്? പ്ലസ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ 2 ഓപ്ഷനും വരത്തില്ല. ആൻസർ പ്ലസ് ആയിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ. -ഇൻറ്റു മൈനസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. ഞാനവിടെ ഇൻറ്റു ചെയ്ത് നോക്കിക്കോണം. നിങ്ങളെ ഏതൊക്കെ തമ്മിലാണ് ഇൻറ്റു ചെയ്ത് നോക്കിക്കോണം. ഞാൻ ആ 13 ഉണ്ട്, ഈ 13ഉം 3ഉം കൂടെ ഇൻറ്റു ചെയ്യുന്നു. 13 ഇൻറ്റു 3 എത്രയാണ്? 39. കാര്യം എന്താണെന്നറിയാമോ അങ്ങനെ ഇൻറ്റു ചെയ്യാൻ കാര്യം? ഈ 28 15 കൂടെ ഗുണിക്കുമ്പോഴത്തേക്ക് 8 5 40 ഒരു 0 വരുന്ന ഒരു ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഗുണിച്ചത് കേട്ടോ.
0 വരുന്ന സംഖ്യകളുണ്ടെങ്കിൽ അങ്ങനെ ഗുണിക്കാൻ ശ്രമിക്കുക. 5 ഉള്ളപ്പോൾ 5നെ ഈവൻ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എപ്പോഴും ഒരു ലാസ്റ്റ് ഡിജിറ്റ് 0 വരും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻറ്റു ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ എളുപ്പമാർഗ്ഗം പറയും. 28ഉം 15 കൂടി ഇൻറ്റു ചെയ്യുന്നു. 28ഉം 15 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 420 എന്ന് കിട്ടാം. കണ്ടോ? ഇനി ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര? ഈ 420 എടുക്കേണ്ട, 42 എടുത്താൽ മതി. മനസ്സിലായ? 39 × 42 കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് 1638 എന്ന് കിട്ടും. ഈ ഒരു 0, അപ്പോൾ 1638 ഇങ്ങോട്ട് എഴുതി. 420 ഒരു 0 ഇട്ട് വിട്ടില്ലല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പം 16380 നമ്മുടെ ആൻസർ സി ഓപ്ഷനിൽ കിടപ്പുണ്ട്. 16380. അപ്പോൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഏതാണ്? ഈ a + b + c എന്നുള്ളത് 0 ആയാൽ, നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. a + b + c 0 ആയാൽ എങ്ങനെ? ആ ഇക്വേഷൻ ഇപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഇക്വേഷൻ. ഏത്? a + b + c 0 ആയാൽ a³ + b³ + c³ എന്ന് വെച്ചാൽ 3abc തുല്യമായിരിക്കും. ആ ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്കിതിന് വലിയ ക്വസ്റ്റ്യൻ വന്നാൽ പോലും ചെയ്യാം. ഓക്കെ, ചോദ്യം വായിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എത്രയാണ്? 0.01 × 0.001. രണ്ടാമത്തത് 0.101 × 0.01. മൂന്നാമത്തത് 0.101 × 0.001. നാലാമത്തത് 0.10 × 0.001. അപ്പം ഞാൻ 4 പേരെയും കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ആദ്യം ഞാൻ ഒന്നാമത്തെ ആളെ എടുക്കുന്നു. ഈ ഒന്നാമത്തെ ആളെ ഞാൻ എടുക്കുകയാണ്. ഒന്നാമത്തെ ആൾ ഏതാണ്? 0.01 × 0.001. ഇതെങ്ങനെ ഇൻറ്റു ചെയ്യുക? ആദ്യം നമ്മളിവിടെയുള്ള സംഖ്യകൾ ഉണ്ടോ, 1, ഇവിടെയും 1 എന്ന് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 1ഉം 1ഉം കൂടെ ഇൻറ്റു ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1 എന്ന് തന്നെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്കിവിടെ ദശാംശങ്ങളിൽ നിന്ന് കൗണ്ട് ചെയ്യണം. ദശാംശം ഒന്ന് കൗണ്ട് ചെയ്ത് എത്രയുണ്ട്? ഇവിടെ 1, 1, 2, 3, 4, 5 സ്ഥാനം. അപ്പോൾ ഇവിടെ 5 സ്ഥാനമാകാൻ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 4 0 കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ദശാംശം കാണിക്കാൻ. മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി, രണ്ടാമത്തെ അതുപോലെ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ പറഞ്ഞേ. രണ്ടാമത്തെ എത്രയാണ്? ഇതുപോലെ തന്നെ ഇൻറ്റു. ഇവിടെ 101 എന്നാണ് കിടക്കുന്നത്. 101 × 1 എത്രയാണ്? 101 എന്ന് പറയാം. ഇനി ദശാംശം പറ. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, അവിടെ 3 2 5, 3 2 ഇവിടെ 3 ഉണ്ട്. 2 സ്ഥാനം കൂടെ വന്നാൽ മതി. അപ്പോൾ 2 0 കൂടെ കൊടുത്താൽ മതി. ദശാംശം കാണിക്കുക. അടുത്ത ചോദ്യം നോക്കിയാൽ സി ഓപ്ഷൻ എത്ര? 0.101 × 0.001. ഇപ്പോൾ ചെയ്ത പോലെ ചെയ്ത് ഇവിടെ 101 എന്നാണ്. 101 × 1. അപ്പോൾ നമുക്ക് 101 തന്നെ കിട്ടാം. ഇനി ദശാംശം പറ. ഇവിടെ 3 സ്ഥാനമുണ്ട്, ഇവിടെ 3 സ്ഥാനം. 3 3 6 സ്ഥാനമാണ് വേണ്ടത്. ഇത് 3 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എത്ര 0 ഇട്ട് കൊടുക്കണം? 3 0 ഇട്ട് കൊടുത്തിട്ട് ദശാംശം ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് വൺ നോക്കിക്കേ, ഡി ഓപ്ഷൻ 0.10 × 0.001. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 10ക്ക് ഈ 0ക്ക് വിലയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കാര്യം വെക്കേണ്ട. അതിനെ 10 എടുത്തു. 10 × 1 എത്രയാണ്? 10 തന്നെ കാണിക്കുക. ഇനി ദശാംശം പറയുക. എത്രയാ? 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. നമ്മൾ ആ 10 എടുത്തുകൊണ്ട് 2 സ്ഥാനം എടുക്കണം കേട്ടോ. അപ്പോൾ 5 സ്ഥാനത്തിൽ 2 വന്നിട്ടുള്ളൂ. ഒരു 3 0 കൂടെ വേണം. ഒരു പോയിന്റ് വിട്ടു കൊടുത്തു. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ആദ്യം ഇത്രയും കാര്യം കിട്ടി. ഇനിയാണ് നമുക്കൊരു ചെറിയൊരു കാര്യം പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ കിട്ടിയ ആൻസറൊക്കെ നോക്കിക്കുക. ഈ ആൻസറിൽ എല്ലാം എത്ര സ്ഥാനം വെച്ചോണ്ട് നോക്കിയാൽ നിങ്ങൾ എത്ര ദശാംശാനങ്ങൾ എല്ലാത്തിലും ഉണ്ട് എന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 5 സ്ഥാനം, ഇവിടെ 5 സ്ഥാനം, ഇവിടെ 6 സ്ഥാനം, ഇവിടെ 5 സ്ഥാനം. അപ്പോൾ ഇവിടെ മാത്രം 6 സ്ഥാനമുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ 6 സ്ഥാനം ഉള്ളതുകൊണ്ട് ഇതെല്ലാം 6 സ്ഥാനങ്ങളാക്കണം. ബാക്കിയുള്ളതൊക്കെ 6 സ്ഥാനമാക്കണം. എന്ത് ചെയ്താൽ മതി? ഒരു 0 വെറുതെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിനും റെഗുലർ, എല്ലാം തുല്യവശങ്ങളാക്കാൻ ഒരു 0. അപ്പോൾ ഞാൻ ആദ്യത്തിനകത്തൊരു 0 ഇട്ട് കൊടുത്തുണ്ടോ. അപ്പോൾ 6 സ്ഥാനമായില്ലേ. ദശാംശം കഴിഞ്ഞ് 6 സ്ഥാനം. ആ 0ത്തിന് വിലയില്ലാത്തതാണേ. വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു ഉണ്ടോ. 0 എന്തുകൊണ്ടാണ് ഇതിന് ഇട്ട് കൊടുക്കാത്തതെന്ന് മനസ്സിലായല്ലോ. ഈ നമ്മളിപ്പം ഇതിന് 6 സ്ഥാനം ഓൾറെഡി, ഇതിനെന്താ 6 സ്ഥാനം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ദശാംശം കഴിഞ്ഞല്ല ഈക്വൽ പ്ലേസ് ആയെന്ന് മനസ്സിലായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദശാംശം എല്ലാം കളഞ്ഞു. ദശാംശം ഇല്ലാതെ കൊണ്ട് പറ. ഇനി ദശാംശത്തിന് എല്ലാ ആളുകൾക്കും ഒരേ ദശാംശമാണെങ്കിൽ പിന്നെ ദശാംശത്തിന് വലിയ വിലയില്ല. ഇനി ദശാംശം ഇല്ലാതെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ആൻസർ എത്ര? 00010 എന്ന് വെച്ചാൽ എത്ര? 10 എന്നാണ് അയാൾ അർത്ഥം അല്ലേ.
രണ്ടാമത്തെ ആൾ നോക്കിയാൽ 0 0 1 ഉണ്ടോ, ഈ രണ്ടാമത്തെ ആൾ നോക്കിയാൽ 0 0 1 0 1 0 എന്ന് വെച്ചാൽ എത്ര 1010 എന്നർത്ഥം. മൂന്നാമത്തെ ആൾ ഇതുപോലെ നോക്കിയേ 0 0 0 1 0 1 എന്ന് വെച്ചാൽ എത്ര അർത്ഥം 101 എന്നാണ് അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ 0 0 0 1 0 0 അപ്പോൾ അർത്ഥം 100 എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ഏറ്റവും വലിയ ഇപ്പം നമുക്ക് കിട്ടിയതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 1010 എന്നാണ്. ആ 1010 എന്നുള്ള ഏത് ഇൻറ്റു ചെയ്തപ്പോഴാണ് വന്നത് കണ്ടോ? അപ്പം നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ, അത് ഏതാണത്? അത് തന്നെ നമ്മുടെ വലിയ ആൻസർ. കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ചോദ്യം വായിക്കുക. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 34ൻ്റെ മൂല്യം എത്ര? ഇത് പഠിക്കുന്നതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ പഠിച്ചേക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മുടെ 8th സ്റ്റാൻഡേർഡ് മുതൽ നമ്മളിങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വളരെ നല്ല പ്രോപ്പർട്ടിയുള്ള ഒരു ഇക്വേഷനാണ്. അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഈ എ സ്ക്വയറിനെന്നുള്ള എ എടുക്കണം, ബി സ്ക്വയറിനെന്നുള്ള ബി എടുക്കണം. എന്നിട്ട് അപ്പോൾ തമ്മിൽ ആദ്യം പ്ലസ് ചെയ്ത് എ പ്ലസ് ബി എന്ന് കാണിക്കണം, രണ്ടാമത് എ മൈനസ് ബി എന്ന് കാണിക്കണം. എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ 88 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. ഇവിടെ എ എന്നുള്ളത് ആരാണ്? എ എന്നുള്ളത് 88 ആണ്. എ സ്ക്വയർ ആണ് 88 സ്ക്വയർ. അപ്പോൾ എ എന്നുള്ളത് 88, ബി എന്നുള്ളത് 12. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് എങ്ങനെ പറയും? 88 പ്ലസ് 12 എ പ്ലസ് ബി. കണ്ടോ? എ എന്നുള്ളത് 88, ബി എന്നുള്ളത് 12. അത് ഇനി മൈനസ് ഇട്ടും കാണിക്കണം. കണ്ടോ? എ മൈനസ് ബി. വേണമെങ്കിൽ നമുക്ക് ഇത്രയും മതി നമുക്ക് നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ. ഇനി വേണമെങ്കിൽ ബാക്കി സിംപ്ലിഫൈ ആണെങ്കിൽ സിംപ്ലൈ ആണ്. 88 12 കൊണ്ട് കൂട്ടി എത്ര കിട്ടാം? 100 എന്ന് കിട്ടാം. 88ൻ്റെ അന്ന് 12 പോയാൽ എത്ര കിട്ടാം? 76 എന്ന് കിട്ടാം. 76 100 വെച്ച് ഗുണിക്കുന്നതിന് 2 0 ഇട്ട് കൊടുത്താൽ 76 കാണിച്ചിട്ട് 2 0 കൂടെ കൊടുത്താൽ മതി. 7200. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ സിംപ്ലിഫിക്കേഷൻ നമ്മുടെ ഇതിനകത്തുള്ള. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചോദ്യത്തോടൊന്ന് വന്ന് നോക്കി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34. ഞാനപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങോട്ട് എഴുതിയിടുകയാണ്. കണ്ടോ? ഇനി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞത് ഇത് എ സ്ക്വയർ, അപ്പോൾ എ എന്നുള്ളത് 37, ഇത് ബി സ്ക്വയർ, ബി എന്നുള്ളത് 3. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എങ്ങനെ പറയാം? ഇപ്പോൾ പറഞ്ഞോളൂ. എങ്ങനെയാണ്? എ പ്ലസ് ബി. എ എന്നുള്ളത് 37, ബി എന്നുള്ള 3. അപ്പോൾ 37 പ്ലസ് 3. ഇനി അത് തന്നെ മൈനസ് ഇട്ട് എ മൈനസ് ബി 37 മൈനസ് 3 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 34 അവിടെയുണ്ട്. കണ്ടോ? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 37 3 കൂടെ കൂടുമ്പോൾ എത്ര കിട്ടാം? 40 എന്ന് കിട്ടാം. ഇൻറ്റു ഈ 37ൻ്റെ അകത്ത് 3 കുറച്ചാൽ എത്ര കിട്ടാം? 34 എന്ന് കിട്ടാം. ഡിനോമിനേറ്ററിലും ഒരു 34 ഉണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും. മുകളിലും താഴെ 34 ഉണ്ട്. കണ്ടോ? ഇവിടെയും 34 ഉണ്ട്, ഇവിടെയും 34 ഉണ്ട്. ആ 34 രണ്ടും കൂടി വെട്ടിക്കളയാണ്. കണ്ടോ? മിച്ചം എത്രയുണ്ട്? 40 എന്ന ആൻസർ. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ 40 എന്ന് കിടപ്പുണ്ട്. ഓക്കെ, ചോദ്യം വായിക്കുക. 7x+2 = 49(2x - 3) ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ്? അത് നമുക്ക് തന്നിരിക്കുന്ന ആ ചോദ്യം ഇത്രയും നമുക്ക് എഴുതിയിടുക. നമ്മുടെ ചോദ്യം ഇത്രയും എഴുതിയിടുകയാണ്. 7x+2 = 49(2x - 3). അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 7 എന്നാണ് കിടക്കുന്നത്, ഇവിടെ 49 എന്നാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ 49നെ നമുക്ക് 7ലേക്ക് മാറ്റാമല്ലോ. 49 എന്നുള്ള 7ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം ഞാൻ ആദ്യം അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് ആദ്യം നമ്മുടെ പരിപാടി. രണ്ടാളുകളെ ഒരേ ബേസിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ 7x+2 മാറ്റുന്നില്ല. ഈക്വൽ ടു ഈ 49 എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ പറഞ്ഞു 49 എന്നുള്ള എത്രയാണ്? 7 സ്ക്വയർ. അപ്പോൾ അയാൾക്ക് പകരം 7 സ്ക്വയർ എന്ന് കാണിച്ചു. ഇവിടെയുള്ള ഈ പവർ അങ്ങനെ തന്നെ 2x - 3ക്ക് യാതൊരു വ്യത്യാസവുമില്ല, അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. കിട്ടിയോ? അടുത്ത സ്റ്റെപ്പിൽ ആ 7x+2 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ആ ഇക്വേഷനാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് നോക്കി, a⁴n എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന് പറയുന്ന ഒരു സംഖ്യ, അയാൾക്ക് m എന്ന് പറയുന്ന ഒരു പവർ, പിന്നെ വീണ്ടും n എന്ന് പറയുന്ന പവർ. ഒരാൾക്ക് തന്നെ 2 പവർ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ 2 പവറും കൂടെ ഗുണിക്കണം. കണ്ടോ? m × n ആ പവറുകൾ തമ്മിൽ ഗുണിക്കണം.
ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ മറന്നുപോലെ. ഇവിടെ കണ്ടോ, ഇവിടെ ഇതാണ് നമ്മൾ എം എന്നെടുക്കുന്നത്, ഇതാണ് എൻ എന്നെടുക്കുന്നത്, കണ്ടോ? അപ്പോൾ ആ പവറുകൾ തമ്മിൽ നമുക്കൊന്ന് ഇൻഡ്യൂ ചെയ്യണം. ആ പവറുകൾ തമ്മിൽ നമുക്കൊന്ന് എങ്ങനെ ഇൻഡ്യൂ ചെയ്യാം അതാണ് പറയാൻ വേണ്ടി പോവാം. നോക്കിക്കോണം എങ്ങനെ ഇൻഡ്യൂ ചെയ്യും. ഞാൻ ആദ്യം 7 എന്നുള്ള അങ്ങനെ കാണിച്ചു. ഇനി ശ്രദ്ധിച്ചിരുന്നോണേ, ഈ 2 കൊണ്ട് ആദ്യം 2x ഗുണിക്കണം. ഇപ്പോൾ എത്ര കിട്ടും? 4x എന്ന് കിട്ടും. വീണ്ടും ഈ 2 കൊണ്ട് തന്നെ -3 ഗുണിക്കണം, 2 പേരെയും ഗുണിക്കണം കേട്ടോ. അപ്പം 2 × -3 -6. കാര്യം കറക്റ്റായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ്, 2 എന്നിങ്ങനെ കാണിച്ചിട്ട് ഒരു ഇൻറ്റു കൊടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റിലാണ് എന്ത് വരിക, ആ 2x - 3 എന്ന് വരിക. മനസ്സിലായോ? അങ്ങനെയാണ് വരിക. അപ്പോൾ അങ്ങനെയാണത് വരിക. അവിടെ അത് കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. അപ്പോൾ നമുക്കത് അങ്ങനെയുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻഡ്യൂ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്നുകൂടെ പറയുന്നു. എങ്ങനെയാണത് ഒന്നുകൂടെ ആലോചിച്ച്. ഈ 2 കൊണ്ട് ആദ്യം ഇങ്ങോട്ട് ഇൻഡ്യൂ ചെയ്യണം, 2x ഇൻഡ്യൂ ചെയ്യണം, 4x എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് -3 ഇൻഡ്യൂ ചെയ്യണം. ആ 2 പേരെ ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളതായി. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറയുന്നു, നമുക്ക് ഇവിടെ കണ്ടോ 7 എന്നാണ്, ഇവിടെ 7 ബേസ് എലമെൻറ്റ് തുല്യമല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബേസ് എലമെൻറ്റ് രണ്ടും വെട്ടിക്കളയാം. അപ്പോൾ എത്ര കിട്ടി? x+2 എന്നുള്ളത് ആർക്ക് തുല്യമായി? 4x - 6 തുല്യമായി. അതാണ് ഞാൻ അടുത്ത് എഴുതാൻ വേണ്ടി. കണ്ടോ, 4x - 6 = x+2. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. എന്താണ്, എക്സ് എല്ലാം ഒരു സ്ഥലത്ത്. അപ്പോൾ 4x ഞാൻ ഇവിടെ എഴുതിയിട്ടു. ഈ +x അല്ലേ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എത്രയാവും? -x എന്നാവും. കണ്ടോ? ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 ഞാൻ അവിടെ തന്നെ കാണിച്ചു. ഈ -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയാവും? +6 ആവും. കിട്ടിയോ? ഇനി ഇവിടെ എത്ര? 4x അന്ന് x കുറച്ചാൽ 3x, അപ്പുറത്ത് 6ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? ഈ 8 എന്ന് കിട്ടാം. അപ്പോൾ x എത്രയായിരിക്കാം? അപ്പുറത്തുള്ള 8 കാണിക്കണം. ഇവിടെ × 3 × അവിടെ പോകുമ്പോൾ ÷ 3 മാറും. അപ്പോൾ നമ്മുടെ ആൻസർ 8/3 എന്നാണ്. അവിടെ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 8/3 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ആൻസറായി. ഓക്കെ, ചോദ്യം വായിക്കുക. 17⁻7.5 ഭാഗം 17⁻3.5 ഇൻറ്റു 17⁻4.5 17 അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17 എത്ര കിട്ടുമെന്ന് ചോദ്യം. നമുക്കറിയാവുന്ന ആ 2 ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇക്വേഷൻസൊക്കെ വീണ്ടും പറയുന്നത് അങ്ങനെ പലതവണ കേൾക്കുമ്പോഴാണ് ഇക്വേഷൻ പഠിക്കുന്നത്. അതിനോടാണ് ഇക്വേഷനൊക്കെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങാം. എന്താണ് a⁻m × a⁻n? ഇങ്ങനെ a⁻m a⁻n എന്ന് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? a എന്ന് മാത്രം കാണിച്ചിട്ട് 2a വേണ്ട, പവറുകൾ തമ്മിൽ പ്ലസ് ചെയ്യണം, m + n. അപ്പോൾ a⁻m × a⁻n എന്ന് വെച്ചാൽ എന്താണ്? a⁻m × a⁻n എന്നാണ് ഇക്വേഷൻ. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. വീണ്ടും a⁻m / a⁻n. അപ്പോൾ എന്ത് ചെയ്യണം? a എന്ന് കാണിക്കണം, ഈ പവറുകൾ തമ്മിൽ m - n എന്ന് കാണിക്കണം. ഉണ്ടോ? a⁻m - n. അപ്പോൾ 2 ഇക്വേഷൻ മനസ്സിലായോ? ഈ 2 ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ വായിച്ചാണ്. ഇത്ര മുഴുവനായിട്ട് തന്നെ ഞാൻ എഴുതിയിടുകയാണ്. ആ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് ഞാൻ എഴുതിയിട്ടു. ഇനി ഇത്രയും ഭാഗം ഞാൻ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നു. നമ്മൾ ബോർഡ് മാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ഇത്രയും ആളുകൾ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ്? a⁻m / a⁻n എന്നാണ്. കണ്ടോ? a എന്നുള്ളത് 17ആണ്, ഇവിടെയും 17ആണ്. ഇവിടെ ആദ്യത്തെ പവറിനെ m ആയിട്ട് എടുക്കണം, രണ്ടാമത്തേനെ n ആയിട്ട് എടുക്കണം. കണ്ടോ? അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞനുസരിച്ച് എന്താണ് a⁻m / a⁻n എന്ന് വെച്ചാൽ എന്തെന്നാ പഠിച്ചത്? a⁻m - n എന്ന് വെച്ചാൽ എന്താ? 17 എന്നിങ്ങനെ കാണിച്ചിട്ട്
ഈ പവറുകൾ തമ്മിൽ കുറക്കണം. ഏതൊക്കെ തമ്മിലാണ്? 7.5 പിന്നെ ഈ 3.5 കൂടെ കുറക്കണം. മനസ്സിലായോ? അപ്പോൾ 17 നമുക്ക് എത്ര വരും നമുക്ക് നോക്കാം. നമുക്ക് അപ്പോൾ ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പം 17 അല്ലേ 7.5 നിന്ന് 3.5 കുറക്കുമ്പോൾ 4 വരും. അപ്പോൾ 17:4 അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ. ചെയ്തെന്താണെന്ന് മനസ്സിലായല്ലോ. a/m/a/n മാത്രം ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെന്താണ്? ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ ഇട്ടിട്ടുണ്ട്, മറന്നുപോയല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്നു. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇതെന്താണ്? ഇപ്പോൾ ഏത് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ കിടക്കുകയാണ്? a/m + a/n അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? a എന്ന് കാണിച്ചിട്ട് m + n എന്ന് കാണിക്കണം. ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ അല്ലേ. അപ്പോൾ 17 ആ 4 4.5 കൂടെ കൂട്ടണം അല്ലേ. പവർ എത്രയൊക്കെയാണ്? പവറുകൾ തമ്മിൽ കൂട്ടണം എന്നാണ് പഠിച്ചത് നമ്മൾ. അപ്പോൾ പവർ ആരൊക്കെയാണ് നോക്കിക്കേ. ഇവിടെ 4, ഇവിടെ 4.5. അപ്പോൾ 4 4.5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8.5. അപ്പുറത്തുള്ള 17 അങ്ങനെയൊക്കെ തന്നെ. ഇനി എന്താണ്? ഇനിയൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. a/m = a/n എന്ന് വന്നു. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും a എന്നാണ്, ഇവിടെയും a എന്നാണെങ്കിൽ ഈ എയും എയും നമുക്ക് വെട്ടിക്കളയാം. പകരം എത്ര? m = n എന്ന് പറയാം. ഇതിവിടെ നമുക്ക് ഇതുപോലെ തന്നെ 17 വെട്ടിക്കളയാം. മിച്ചം എന്താ? ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് 8.5 മിച്ചം കിടപ്പുണ്ട്, അപ്പുറത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ വില എത്രയാണ്? ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് വരുന്ന സംഖ്യ എത്രയാണ്? 8.5 എന്നാണ്. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ കാണാം. എത്രയാണ്? ഡി ഓപ്ഷനിലേക്ക് നോക്കിയാൽ 8.5 എന്ന് കാണാം. ഉണ്ടോ? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഞാൻ. ഓക്കെ.